കർണാടകയിൽ ബിജെപിയുമായി കൈകോർത്തതോടെ പാർട്ടിയിൽ ഉടലെടുത്ത പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ജെഡിഎസ് സംസ്ഥാന നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും യോഗമാണ് ചേരുക. ജെഡിഎസ് സംസ്ഥാന ഘടകത്തിന് ഇതുവരെ നൽകിയ സാവകാശം സിപിഎം ഇനി നൽകാനിടയില്ല. എച്ച് ഡി ദേവഗൌഡയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ സംസ്ഥാന ഘടകത്തിന് സമ്മർദ്ദമുണ്ട്. വി വി അരുൺ ചേരുന്നു. വി വി അരുൺ, ആകപ്പാടെ ഒരു പ്രതിസന്ധിയിലാണ് പാർട്ടി. മറ്റു പാർട്ടിയിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ അയോഗ്യത എന്ന പ്രശ്നമുണ്ടാകും. സംസ്ഥാന ഘടകത്തിന് അങ്ങനെ ഒറ്റയ്ക്ക് മാറി നിൽക്കാനും പറ്റില്ല. സിപിഎമ്മിന് ഒരുപക്ഷെ അതൃപ്തി ഈ വിഷയത്തിലുണ്ടാകും. കാരണം ദേവഗൌഡ അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനായി പോകുന്നുണ്ട്, തീരുമാനിച്ചു കഴിഞ്ഞു. എങ്ങനെ അതിജീവിക്കും ഈ പ്രതിസന്ധിയെ പാർട്ടി? വല്ലാത്ത പ്രതിസന്ധിയാണ് ജനതാദൾ എസിലുള്ളത്. കാരണം ദേശീയ നേതൃത്വം ബി ജെ പിക്കൊപ്പമാണെന്ന പരസ്യം പ്രഖ്യാപനം പോലുള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ ഇടതുമുന്നണിക്കൊപ്പം മന്ത്രിസഭയിൽ തുടരുന്ന പാർട്ടിയാണ് JDS. വർഷങ്ങളായി ഇടതുമുന്നണിക്കൊപ്പമുള്ള പാർട്ടിയാണ്. അവർ എങ്ങനെ ഈ പ്രതിസന്ധി തരണം ചെയ്യുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന പാർട്ടിയായി നിൽക്കാമെന്നൊരു നിലപാട്, കാരണം JDS 5 സംസ്ഥാനങ്ങളിൽ മാത്രമുള്ള പാർട്ടിയാണ്. ദേശീയ പാർട്ടി പദവി ആ രൂപത്തിൽ ഇല്ലാത്ത പാർട്ടിയാണ് JDS എന്നൊരു വാദം ഇപ്പോൾ സംസ്ഥാനത്തെ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പാർട്ടിയെ തുടരുന്നതിൽ പ്രശ്നമില്ല. ദേവഗൌഡ BJP അനുകൂല നിലപാട് സ്വീകരിച്ചാലും സംസ്ഥാനത്തെ ഇടതുമുന്നണിക്കൊപ്പം CPM-നൊപ്പം നിൽക്കുന്നതിൽ തെറ്റില്ല എന്ന അഭിപ്രായമുള്ളവർ JDS-ലുണ്ട്. പുതിയ പാർട്ടി വേണമെന്ന ആവശ്യമുള്ളവരും കൃഷ്ണൻകുട്ടിയെ പോലുള്ളവരുണ്ടെങ്കിലും അതിലും സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്. പുതിയ പാർട്ടി രൂപീകരിച്ചാലും കൂറുമാറ്റ നിരോധന നിയമം അടക്കമുള്ളവ പ്രശ്നമായി വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ വലിയ വ്യക്തത ഇപ്പോഴും നേതൃത്വത്തിനില്ല. ഇപ്പോൾ അല്പസമയത്തിനകം സംസ്ഥാന ഭാരവാഹി യോഗം ആരംഭിക്കും. ദേവഗൌഡയെ കേന്ദ്ര നേതൃത്വം തള്ളിപ്പറയുക എന്നതിനപ്പുറത്തേക്ക് ഒരു വഴി തുറന്നു വരുമോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും നേതൃയോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടാകും. നവകേരള സദസ്സിന് ഒരുക്കങ്ങൾ വിലയിരുത്തും. സംസ്ഥാനത്തെ മറ്റു രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്നതിനപ്പുറത്തേക്ക് കൃത്യമായൊരു സൊല്യൂഷൻ, ഒരു മാർഗം, ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരാനുള്ള മാർഗം ഇന്നത്തെ യോഗത്തിലും ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. പ്രധാനപ്പെട്ട ജനതാദൾ എസ് സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പാർട്ടിയുടെ ഭാവി സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടായേക്കാം എന്നുള്ളതാണ് വി വി അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്.